അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ നിന്ന്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പരിതാപകരമായ സങ്കടങ്ങളുടെ, ദുഃഖങ്ങളുടെ വാർത്തകളാണ്. അഥവാ ഒരു പരമാധികാര രാജ്യത്തിന് നേരെ സാമ്രാജ്യത്വത്തിൻ്റെ ശക്തികൾ അധിനിവേശം നടത്തി, ക്രൂരമായ കയ്യേറ്റങ്ങൾ നടത്തി, അവിടുത്തെ ഭരണകൂടത്തെയും സാധാരണക്കാരെയും വിഷമത്തിലാക്കുന്ന, കൊല ചെയ്യുന്ന ക്രൂരമായ ഭീകരതയുടെ ഉദാഹരണങ്ങൾ. അത് പുതിയതല്ല. പല നാടുകളിലും അവർ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെയും ആവർത്തിക്കുന്നു എന്ന് മാത്രം. അതേപോലെ ഇറാനിൻ്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടിയുടെ ഭാഗമായി പശ്ചിമേഷ്യയിലെ പല അറബ് മുസ്ലിം രാജ്യങ്ങളിലേക്കും മിസൈലുകൾ തൊടുത്തുവിടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട പലരും ആ നാടുകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അവിടെ താമസമാക്കിയവരുണ്ട്, അവിടെ നിന്ന് ലീവിന് വേണ്ടി നാട്ടിലേക്ക് വന്ന് പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്, ഉംറയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് കാത്തിരിക്കുന്നവരുണ്ട്. ഇങ്ങനെ പലവിധത്തിലുള്ള പ്രയാസങ്ങളും വേദനകളുമാണ് റമദാനിൻ്റെ ഈ പുണ്യ ദിനരാത്രങ്ങളിൽ നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വൈകാരികതക്ക് അടിമപ്പെട്ടുകൊണ്ട് ഒന്നും പറയുവാനോ ചെയ്യുവാനോ ഒരു വിശ്വാസിക്ക് അനുവാദമില്ല. വിവേകത്തോടുകൂടി മാത്രമായിരിക്കണം നാം ഓരോ കാര്യങ്ങളിലും ഇടപെടേണ്ടത്. ആവേശകരമായ മത്സരം കാണുന്നത് പോലെ ചിലർ ഒരു ചാനലിൽ നിന്ന് മറ്റൊരു ചാനലിലേക്ക് മാറി ആര് ഗോളടിച്ചു എന്ന് കൂടുതൽ ഗോളടിച്ച ആളുകളെയും ആ മത്സരങ്ങളെയും കാണുന്ന വാശിയിലും അതേപോലെയുള്ള മനസ്സുമായി വാർത്തകൾക്ക് മുമ്പിൽ സമയം ചെലവഴിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ നമ്മൾ കാണുകയാണ്. ആ സന്ദർഭത്തിലൊക്കെ ഒരു വിശ്വാസി തിരിച്ചറിയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നിർഭയത്വവും സമാധാനവും നാം അനുഭവിക്കുന്ന പടച്ചറബ് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ് എന്നുള്ള വസ്തുതയാണ്. അത് എവിടെയാണെങ്കിലും, ഏത് നാട്ടിലാണെങ്കിലും, ഏത് സാഹചര്യത്തിലാണ് എങ്കിലും അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ആത്മാർത്ഥമായ പ്രാർത്ഥനയും സത്യസന്ധമായ പ്രവർത്തനങ്ങളും നമുക്ക് അനിവാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, മൻ അസ്ബഹ ആമിനൻ ഫീ സർബിഹി, നിങ്ങളിൽ ആരെങ്കിലും ശാരീരികമായി ബുദ്ധിമുട്ടുകളില്ലാതെ നിർഭയത്വത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഒരു ദിവസത്തിൽ പ്രവേശിക്കുന്നുവെങ്കിൽ, മുആഫൻ ഫീ ജസദിഹി വഇൻദഹു ഖൂതു യൗമിഹി, അദ്ദേഹത്തിന് അന്നത്തേക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടാവുകയും ശാരീരികമായി സൗഖ്യമുണ്ടാവുകയും ചെയ്താൽ ദുനിയാവിലെ വിഭവങ്ങൾ മുഴുക്കെ അയാൾക്ക് കിട്ടിയതിന് സമാനമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ നിർഭയത്വത്തിൻ്റെ, സമാധാനത്തിൻ്റെ വിലയും സ്ഥാനവും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പടച്ചറബ് അറിയാതെയും അള്ളാഹു നിശ്ചയിക്കാതെയും ഒന്നും ഇവിടെ നടക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ അനുഭവങ്ങളാകട്ടെ, വേദനയും പ്രയാസങ്ങളും നിറഞ്ഞ അനുഭവങ്ങളാകട്ടെ, എല്ലാം പടച്ചറബിൻ്റെ പ്രത്യേകമായ ലക്ഷ്യങ്ങളും യുക്തിയുമൊക്കെ അടങ്ങുന്ന പ്ലാനും തീരുമാനങ്ങളുമുണ്ട്. ഖുൽ ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ, പറയൂ, തീർച്ചയായും അള്ളാഹു വിധിച്ചതല്ലാതെ, നിശ്ചയിച്ചതല്ലാതെ ഒന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല. ഏത് വിപൽഘട്ടങ്ങളിലും ഒരു വിശ്വാസി തിരിച്ചറിയേണ്ടതും പ്രഖ്യാപിക്കേണ്ടതും അതാണ്. അള്ളാഹു നമ്മളെ കാണുന്നില്ലേ, അള്ളാഹു നമ്മളെ അറിയുന്നില്ലേ, എന്താണ് അള്ളാഹു ഇങ്ങനെ ചെയ്യുന്നത് എന്നൊന്നും ഒരു വിശ്വാസി പറയുകയോ ചിന്തിക്കുകയോ ചെയ്യരുത്. മറിച്ച് അവിടെയെല്ലാം പ്രാർത്ഥനയും തവക്കുലുമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ദുർബലരായ അവസ്ഥയിൽ ശക്തനായ അള്ളാഹുവിനോട് കേവലമായൊരു യാചനയോ അർത്ഥനയോ മാത്രമല്ല, അള്ളാഹുവിനുള്ള ഇബാദത്താണ് പ്രാർത്ഥനകൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതിന് അത്ഭുതകരമായ മാറ്റങ്ങൾ, വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്ന ചരിത്ര പാഠങ്ങളിൽ ധാരാളം നമുക്കതുണ്ട്. അതുകൊണ്ട് മനസ്സ് പതറാതെ ആത്മാർത്ഥമായി റബ്ബിലേക്ക് കൈകൾ ഉയർത്തി നാം ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വവും സമാധാനവും നമുക്കും ലോകത്തുള്ള എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ ഈ പുണ്യ ദിനരാത്രങ്ങൾ നന്മകൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ, ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.
duality